ഹേ ഗായ്സ്, ഞാൻ കുറച്ച് ഫേമസ് ആയ എൻ്റെ ഇൻട്രോ വേണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ മുതലാളി. ആള് വാവാ കണ്ടില്ലേ, രാവിലെ തന്നെ ഫുഡൊക്കെ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആള് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ജനുവരി 6 2026. ഞാൻ 1 തൊട്ട് വ്ളോഗ് ചെയ്യണമെന്ന് ഓർത്ത് പ്ലാൻ ചെയ്ത് കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ തീരുമാനിച്ചത്, എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബിസി ആണെങ്കിലും ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇടും. കാരണം റീൽസ് ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി റീൽസ് ഇടുന്നുണ്ട്. അപ്പോൾ അത് പ്ലാൻ ചെയ്യാനും സ്ക്രിപ്റ്റ് ചെയ്യാനും എല്ലാം കൊണ്ട് സമയം കിട്ടാറില്ല വ്ളോഗ് ചെയ്യാൻ. ഇതെൻ്റെ വീടിൻ്റെ ഹോളാണ്. ഇവിടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഇങ്ങനെ പേപ്പറൊക്കെ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മളെ ഓർത്ത് ഇന്ന് എന്തൊക്കെയായാലും ഇത് ബെല്ല ഞാൻ പിന്നെയും വന്നു. അപ്പൊ ബാക്കി കൂടെ കണ്ടിട്ട് വാ. ഓക്കെ. ഞാൻ രാവിലെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഓർത്ത് തരാം, നിനക്ക് ഫുഡ് തരാം. ഒരു മിനിറ്റ്, ഞാൻ ഫുഡ് കൊടുത്തില്ലെങ്കിൽ എന്നെക്കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കില്ല. വെയിറ്റ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായം പറയണേ. അപ്പൊ ഞങ്ങളിത് ഫിനിഷ് ആക്കട്ടെ. രാവിലെ മോസ്റ്റ്ലി കഴിക്കാറുള്ളത് മുട്ട, ചുമ്മാ ഓംലെറ്റോ സ്ക്രാമ്പിൾഡോ എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റ് ചെയ്യാറില്ല. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതി ഉണ്ടാക്കും. അങ്ങനെ സമയം കിട്ടാറില്ല. എനിക്ക് റെസിപ്പി വേണമെങ്കിൽ അടുത്തൂടെ പറഞ്ഞാൽ ഞാനത് തരാം. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. സിമ്പിൾ ആൻഡ് പവർഫുൾ. ഇതാണ് എൻ്റെ ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു പ്രോട്ടീൻ സ്മൂത്തി ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ്. അത് ഞാനിങ്ങനെ തന്നെ കുടിക്കാറുള്ളത്. ഞാൻ ക്ലാസ്സിലൊന്നും വെച്ച് സമയം കളയാറില്ല. വെറുതെ മമ്മീനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ജഗ്ഗിലങ്ങ് ഒഴിക്കുക, കുടിക്കുക. ക്ലാസ്. ഹലോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാ? നീ ഇങ്ങോട്ട് വരണ്ട. ഓടിയോ പോ. അപ്പൊ ഞാൻ പോയിട്ട് നാളെ വരാം ഗൈസ്. ഒരു സെറ്റ് ഫുഡ് കഴിച്ചിട്ട് വന്നേക്കുക. അടുത്ത സെറ്റിനുണ്ട്. ഞാൻ അറിയാതെ ക്യാമറ നോക്കുന്നതിന് പകരം സ്ക്രീനിൽ നോക്കും. ഞാൻ ഷൂട്ട് ചെയ്യണ ഓസ്മോല. അപ്പോൾ ഈ ശീലം മാറ്റണം ആദ്യം തന്നെ. ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല നിങ്ങളോട്. അപ്പോൾ ക്യാമറ നോക്കുക, സ്ക്രീൻ നോക്കരുത്. അപ്പോൾ എന്നോട്ട് ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. എത്ര ഡ്യൂറേഷനുള്ള വീഡിയോ എന്നൊന്നും ഐഡിയ ഇല്ല. എന്നാലും നിങ്ങളെ വെറുപ്പിക്കാത്ത രീതിയിൽ ഒരു 7 to 8 minutes, 7 മിനിറ്റൊക്കെ എല്ലാവരും കാണുന്ന ടൈമാണല്ലോ. ഇട്ട് നോക്കാം. അങ്ങനെ ഒരു വീഡിയോ എല്ലാ ദിവസവും ഇട്ട് നോക്കാം. പണ്ട് തൊട്ടുള്ള ആഗ്രഹം എനിക്ക് വ്ളോഗ് ചെയ്യണം. പണ്ട് മീൻസ് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം. പക്ഷേ ഓരോരോ തിരക്ക് വന്നുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് ആയിരിക്കാം, ട്രാവലിംഗ് ആയിരിക്കാം, എന്തെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ ഓർത്തു തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇനി എന്തായാലും ഇത് ഷൂട്ട് ചെയ്യാം. പിന്നെ ഞാൻ അറിയാതെ ക്യാമറയിൽ ഓരോ ക്യാമറയ്ക്ക് പിന്നെ ഞാൻ ക്യാമറ നോക്കാതെ സ്ക്രീൻ നോക്കണം. അപ്പോൾ സ്ക്രീൻ നോക്കരുത്, ക്യാമറ നോക്കണം. അപ്പോൾ മുട്ടയും പ്രോട്ടീൻ സ്മൂത്തിയും കഴിക്കട്ടെ. കഴിച്ചിട്ട് കുറച്ച് ട്രെയിനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിമ്മിൽ പോകാം. ഓക്കെ, ബൈ. നല്ല ശരിക്കും ഉറങ്ങിയ 2-2:30 കിടന്ന. ഇപ്പോൾ ഏകദേശം 5 മണിയാവാറ്. ജിമ്മിൽ തിരക്കാണെങ്കിലും പോവാം നമുക്ക്. അപ്പോൾ ജിമ്മിൽ പോയി കാണാം. ഞാനൊരു ഗ്യാപ്പ് ഇട്ടായിരുന്നു. ആക്ച്വലി ക്രിസ്മസ് ആയിട്ട് കുറച്ച് വർക്കൗട്ട് കുറവായിരുന്നല്ലോ. ക്രിസ്മസ് ആയിട്ട് ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം.
അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഗൈസ് ഞാൻ ടയർഡായി. അപ്പോൾ വീട്ടിലോട്ട് പോട്ടെ. ഒരു ടയർഡ്നെസ് ഉണ്ട്, ടൈറ്റ്നെസ് ഉണ്ട് കാലിനൊക്കെ. അപ്പോൾ നിങ്ങളും വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യത്തെ ദിവസം പോയി എത്രയും ചെയ്യരുത്, ലൈറ്റായിട്ട് ചെയ്യണം. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് എടുത്തിട്ടും ഞാനങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഇത്തിരി പുഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റയടിക്ക് തന്നെ പുഷ് ചെയ്യരുത്, പയ്യെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരും. അപ്പോൾ ലൈറ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഈ കൊല്ലം എല്ലാവരും നല്ല അടിപൊളിയായി വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, എല്ലാവരും ഫിറ്റ് ആയിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.